ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അമ്മമാരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വലുതായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം ഒന്നും കാണിച്ചിട്ടുമില്ല. കാരണം പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. കുറേ ആയല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വീഡിയോസേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. കണ്ണിന് കാഴ്ചശക്തിക്കും ഒക്കെ നല്ലതാണിത്. അപ്പോൾ അത് നമുക്ക് കുറേ അധികം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത് കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ പനിയാണ്, പനിയൊന്നും മാറിയിട്ടില്ല. ഇവിടെ അമ്മമാരിൽ ഒരാൾക്ക് ആദ്യം വന്നു, പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ഓരോരുത്തർക്ക് വന്ന് ലാസ്റ്റ് അത് എനിക്കായി. പിന്നെ വീട്ടിലെല്ലാവർക്കുമായി. അങ്ങനെ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. അപ്പോൾ അമ്മമാർ കണ്ട രാവിലെ തോരന് വേണ്ടിയിട്ട് അത് പിച്ചുക, ചീര പിച്ചിയെടുക്കുക. മണ്ടയ്ക്കൊന്നും ഇങ്ങനെ ആ 4 ഇതളുള്ളത് മാത്രം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഉച്ചക്കത്തേക്ക് തോരന് വേണ്ടിയിട്ട്. കണ്ണിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് കുറേ അധികം ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഫ്രൂട്ട് അമ്പഴമാണ്, നല്ല മധുരമാണ്. ഇത് പഴുത്തിട്ടില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല മധുരമാണ്, പുളിയില്ല. ഫ്രൂട്ട് അമ്പഴം എന്നാണ് ഇതിന് പറയുന്നത്. നല്ല ടേസ്റ്റൊക്കെയാണ്, പുളിയേ ഇല്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കാം, നല്ല ഇതായിട്ട് കഴിക്കാം. അപ്പോൾ അത് കുറേ അധികം ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട്. പക്ഷേ ഇത് വിളയണമെങ്കിൽ ഏകദേശം 1 വർഷമെങ്കിലും എടുക്കും. അങ്ങനെ അങ്ങ് നിൽക്കും കല്ല് പോലെ. പിന്നെ നമുക്ക് കുറേ അധികം പാഷൻ ഫ്രൂട്ടുണ്ട്. ചാച്ചൻ്റെ വീഡിയോ കണ്ട് കാണും. നമ്മൾ അമ്മമാർക്ക് അത് ജ്യൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അധികം അതും പിടിച്ച് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഡെയിലി 1-2 ഒക്കെ കിട്ടും. അപ്പോൾ അത് ഒന്നിച്ച് നമുക്ക് കിട്ടുമ്പോഴേ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റും. മാസത്തിൽ 1-2 വട്ടമൊക്കെ അത് ജ്യൂസാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചാച്ചൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം ഞങ്ങൾക്കിവിടെ വേണ്ട കുരുമുളക് ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇത് കുറ്റിക്കുരുമുളകാണ്. അപ്പോൾ ഇത് ചാച്ചനിങ്ങനെ മേടിച്ച് ചെടിച്ചട്ടിയിലാക്കി ഇങ്ങനെ കുറേ അധികം തൈ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുരുമുളക് കിട്ടാറുണ്ട്. എപ്പോഴും ഇല്ല, അത്യാവശ്യം ഇങ്ങനെ ആവുന്ന സമയത്ത് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ കുറേ അധികം അതും പിടിച്ച് നിൽപ്പുണ്ട്. അതുപോലെ ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല, അമ്മമാരുടെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, രാവിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്മമാരുടെ ഡെയിലി റൊട്ടീൻ പോലൊന്നും എടുത്തിട്ടില്ല. കാരണം എടുക്കാൻ പനിയൊക്കെ ആയിട്ട് ക്ഷീണവും ഒക്കെ ആയിരുന്നു. അന്നേരം ജസ്റ്റ് ഇങ്ങനെ അപ്പുറത്ത് പോയപ്പോൾ എടുത്ത വീഡിയോസൊക്കെയാണ്. ഇത് പിന്നെ ഓറഞ്ച് കേട്ടോ, നല്ലതാണ്, ജ്യൂസാക്കി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അപ്പുറത്ത് അമ്മമാരുടെ അടുക്കൽ ചെന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് മരമുല്ല, നല്ല മണമായതിന് മരമുല്ലയാണത്. പിന്നെ ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാത്രമൊക്കെ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ അമ്മമാർ വന്ന് അവരവരുടെ സീറ്റിൽ കയറി അപ്പോൾ ക്ലീൻ ചെയ്ത് രാവിലെ തുടച്ച് അമ്മമാരെല്ലാം അന്നേരം നമ്മൾ വെളിയിൽ ഇറക്കിയിരുത്തും. കാരണം തുടച്ചിട്ട് കഴിഞ്ഞ് ഇവർ മണ്ണ് ചവിട്ടി അങ്ങനെയും കയറ്റും. അപ്പോൾ പൂപ്പാമ്മ തുടയ്ക്കുന്നുണ്ട്. പൂപ്പാമ്മ ഒരു സൈഡ് തുടയ്ക്കും, ഒരു സൈഡ് വേറൊരാൾ തുടയ്ക്കും. അവരുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളും ചെയ്ത് കൊടുക്കും, അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ. എന്നാൽ ലഭിച്ചൊക്കെ ഞാൻ വലിയ കണക്കാരിയാ. ഇതൊരു സ്റ്റേജ് ഇട്ടാൻ പോയി. ഇന്നും 40 ഏക്കറുണ്ട്. SSLC താഴെ ഇവിടെ വന്നിരുന്ന മോളാണ്. ഞാൻ അവിടെ തലസ പോലെ കരച്ചിൽ കാണോ? ഞാൻ 2 ബാത്റൂമിൽ പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അവിടെ എല്ലാം കിടന്ന് കരയാൻ പറഞ്ഞു. എൻ്റെ മോളെ പിന്നെ
എന്തിനാ ചെല്ലമ്മ ഈ രാവിലെ കരയുന്നേ? ഞാൻ കരയുന്നില്ല മക്കളെ. ഞാൻ ഇവിടെ എപ്പോഴും പറയും പ്രയാസം ബുദ്ധിമുട്ടും എനിക്കെല്ലാം അറിയാനുള്ളൂ. വീട്ടിൽ ചെന്നാൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്കറിയത്തില്ല. വീടുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ വിഷമിക്കുക. ഞാനിവിടെ വീടൊക്കെയാണ് കാണാനില്ലായിരുന്നു. പോയോ? എൻ്റെ മോനാണെങ്കിൽ മര്യാദയില്ല. ഒരു കാര്യം എത്ര ചില സമയത്ത് കളഞ്ഞു കഴിയും. പേപ്പറിലൊക്കെ ഉണ്ടായി. പേപ്പറിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മൂത്ത മോന്റെ കാല് മുറിച്ചത് പേപ്പറിലുണ്ടായിരുന്നു. എന്താന്ന് അമ്മയോടെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരട്ടെ പറഞ്ഞിട്ട് ആര് പറഞ്ഞ് ഒരാൾ പറഞ്ഞ് എൻ്റെ ഫോട്ടോ ഞാൻ ഇതെന്തുവാ കയ്യില്? കുടിക്കാം. കുളിക്കാൻ പോവാണോ? അതിപ്പോൾ കുടിക്കണ്ട, ഇച്ചിരി കഴിഞ്ഞ് കുടിക്കാം. അമ്മയാണ് ചാർലി ഒന്ന് ചിരിച്ചേ. എങ്ങനെ ചിരിക്കുന്നേ? ഇന്നലത്തെ അടിയൊക്കെ കഴിഞ്ഞോന്ന് ചെല്ലമ്മയായിട്ടുള്ള അടുത്ത കള്ളക്കരച്ചില്. അയ്യേ, കള്ളക്കരച്ചില് കരയുന്നു സരസമ്മ. ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടോന്ന് നോക്കിയേ. ഓക്കെ, ഉണ്ടോന്ന് നോക്കി. വിടാവേ. ഇന്നലെ മഴ വീട്ടിൽ പോകാൻ കിടന്ന് തുള്ളുവാ. ഇന്നലെ തൊട്ടോ? ചെല്ലമ്മ അവിടെ കട്ടൻ്റെ ഇറമ്പി കിടന്നേ. എനിക്കറിയാം, അവരും അല്ലാത്ത മീൻ കച്ചവടക്കാരുടെ അടിക്കും ഒന്ന് രണ്ടാമത്തെ വായിന്ന് പരിപ്പായാലും. അപ്പൊ ശാന്തമ്മ ഒന്നും ചെയ്യത്തില്ലയോ? ഞാനങ്ങനെ ചെയ്യല. പ്രായമാക്കി കൊന്നു മോളെ. പ്രായമായോടെ ശാന്തമ്മ ഒന്നും ചെയ്യത്തില്ല, കാല് നോക്കി ചവിട്ടത്തേ ഉള്ളൂ. ഇല്ലയോ ശാന്തമ്മ? ഇല്ല, എനിക്ക് പറയാൻ ഇവിടെ വീടുണ്ട്, അവിടെ പറയും. അവിടെ എൻ്റെ കാര്യം പറയാമല്ലോ എനിക്ക്. പെട്ടെന്നൊരു കള്ളക്കരച്ചില്. ഈ ചെല്ലമ്മാമ എന്ന് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. അറിയത്തില്ലയോ ചെല്ലമ്മ? അടുത്ത അപ്പുറത്ത് തൊട്ടടുത്ത കട്ടിലല്ലേ കിടക്കുന്നേ? പാട്ടി வயசு எத்தனை ஆகுது உனக்கு? கீழே உட்காரு. வயசு எத்தனை ஆகுது? கீழே உட்காரு. வயசு எத்தனை வயசு ஆகும்? 12 வருஷம் ஆகுமா? 20. எங்கே 20? 21. எங்கே 12 வருஷம் ஆகும் பேருக்கு. 5 வயசுயா? இல்லை, 12 வருஷம் தான் ஆகும் பேருக்கு. பாரு நல்லா. 21. 5 வயசுயா? 5 வயசு இரு. 5 வயசு ஆகுது. சுத்தமாக எங்கே வயசுக்கு வரல. 5 வயசு ஆகுது சுத்தமாக. என்ன பண்ணுவீங்க அப்போ? 5 வயசு. 15 வயசு ஆகுது. அப்போ எங்கே வயசுக்கு வரல. கிளம்புண்ட வயசுக்கு வரல. 5 வயசு ஆகுது சுத்தமாக. 5 வயசு ஆகுது. பாரு நல்லா. 5 வயசு ஆகுது. பாட்டி உனக்கு எத்தனை வயசுண்டு? எல்லாமே இப்போ எல்லா குட்டியுமே 5 வயசாக தான் இருக்கும். உனக்கு எத்தனை வயசுண்டு? அப்போ எல்லா குட்டியும் 5 வயசாக தான் இருக்கும். சுத்தமாக ஒன்றும் தெரியாது.
വെള്ളി എന്താ ഇതാരി കടയ്ക്ക് പോയിട്ട് വാ ഇപ്പടി ഞാൻ അമ്മ പോയി അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ശാരദാമഠത്തിലിരിക്കുന്ന അമ്മയാണ് ശ്രീനാരായണ ഗുരുസ്വാമിയാണ് സത്യം. എന്റെ 33 ദേവന്മാരാണ് സത്യം. എന്റെ SNDP റായയിലിരിക്കുന്ന സ്വാമിയാണ് സത്യം. അപ്പൊ അമ്മ പറയുന്നു വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവരെല്ലാരും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പൂപ്പയായിട്ടായിരുന്നോ? പൂപ്പയ്ക്ക് അമ്മയുടെ സേവ അമ്മ അങ്ങനെ വർക്കല ശിവഗിരി ശാരദാമഠത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ മുക്കോടി ദേവന്മാരാണ് സത്യം. ഞാനാണ് ഞങ്ങളുടെ വീട്ടിൽ അമ്പലം ഉണ്ടായി. ഞാൻ ആ ഭഗവതി അമ്മയാണ് സത്യം. ഞാൻ അമ്മയെ ചീട്ട വിളിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ കേട്ടവരൊക്കെ പറയുന്നത് ഞാൻ വിളിച്ചെന്ന്. അപ്പൊ ഞാൻ ഏത് വിശ്വസിക്കണം? അല്ലെ അവരൊക്കെ അല്ലേ അങ്ങനെ പറയുന്നത്. ഞാൻ വിളിച്ചെന്ന്, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ഇല്ല 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 മോനെ. അപ്പൊ ഈ രാധാമണി അമ്മ വെള്ളം പറയുക, ഈ ലക്ഷ്മിക്കുട്ടി അമ്മ വെള്ളം പറയുക, ഇല്ലയോ? ഞാൻ വിളിക്കാം മോളെ. ആരെങ്കിലും കേട്ടോരുവാ. ആ മോളെ പേര് അറിയാമോ? പേരെന്താന്ന് ചോദിച്ചാ എന്താ മോളെ? തടിയൂരി തടിയൂരി നമുക്ക് ഇന്ന് തീരുമാനമുണ്ടായി. രാവിലെ തുടങ്ങിയതല്ലയോ? ചെല്ലമ്മേമ്മോ? ചെല്ലമ്മയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് വിളിച്ചത്. ഞാൻ അന്നേരം അവിടെ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു പാറൊക്കെ ഇരിക്കുന്ന അതിന്റെ ഇപ്പുറത്ത് ശിവഗിരി ശാരദാമഠത്തിൽ ഇരിക്കുന്ന അമ്മയാണ് സത്യം. ശ്രീനാരായണ ഗുരുസ്വാമിയാണ് സത്യം. ഞാനങ്ങനെ അമ്മയെ ചീത്ത വിളിച്ചിട്ടില്ല. അമ്മയെ അപ്പൊ നിങ്ങളെല്ലാരും കള്ളം പറയാം. 33 ദേവന്മാരാണ് സത്യം. ഞാൻ അമ്മയെ ചീത്ത വിളിച്ചിട്ടില്ല. എന്റെ ശ്രീനാരായണ ഇരിക്കുന്ന സ്വാമിയാണ് സത്യം. ഞാനാണ് ഒരുത്തരെയും ചീത്ത വിളിച്ചിട്ടില്ല. അങ്ങനെ പറയണ്ട. വിളിച്ചെന്ന് പറയണം. ഇവിടുത്തെ ഒരാളായിരം അമ്മ ഞാൻ വിളിച്ചെങ്കിൽ വിളിച്ചെന്ന് തന്നെ പറ. അങ്ങനെ പറയണം. എനിക്കറിയാൻ വയ്യ. നിങ്ങൾക്ക് വട്ടായിരിക്കും. അതുകൊണ്ടാ നിങ്ങൾക്ക് വട്ടായിരിക്കും. എനിക്കും ഞാൻ നാരായണ ശിവഗിരിക്ക് പോയല്ലോ. വർക്കല ഞാൻ ശിവഗിരിയിൽ പോയതാ. തീർന്ന് നമ്മുടെ വഴക്ക് തീർന്ന്. കൈ കൊടുത്തോ? അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റത്തില്ല പറ്റത്തില്ല. ശാന്തമ്മ വഴക്ക് തീരണ്ട. അത് പറ്റത്തില്ല. വഴക്ക് തീരണം. കള്ളം പറയുന്നവരുടെ ഉമ്മ വേണ്ടയോ? കള്ളം പറയുന്നവരുടെ ഉമ്മ വേണ്ട. അനുഭവിക്കും. എനിക്ക് വേണ്ട. ശരി, എനിക്കൊരു ഉമ്മ വരുമോ? ശരി, ഒരു ഉമ്മ കൂടെ നമുക്കത് ബിരിയാ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപെത്തും വരെ ബൈ.